Hello. Welcome to Market Discussion of the Day. Today, February 26, 2026, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ ഫസ്റ്റ് എവർ പെയ്ഡ് ബാച്ച് മാർച്ച് 2 അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും റേറ്റ് കുറഞ്ഞ് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 999 രൂപ മാത്രമാണ് ഈ ഒരു 7 ദിവസത്തെ കോഴ്സിന് നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ലഭിക്കുന്നത്. ഓക്കെ, സോ രാത്രി 8:30 മണിക്കാണ് കോഴ്സ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ചയൊക്കെ നടന്നിട്ടുള്ള ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത ആൾക്കാരാണ് എങ്കിൽ സോ ബേസിക്കലി ഇറാനും US-ഉം തമ്മിലുള്ള പ്രശ്നങ്ങളുടെ അപ്ഡേറ്റ്. ഓക്കെ, സോ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വാറിൻ്റെ 4ാമത്തെ വർഷമായിരുന്നു മെനഞ്ഞാന്ന് കടന്നുപോയതല്ലേ. സോ അതേപോലത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് താരിഫ് ഇംപ്ലിമെൻറ്റേഷൻ, സുപ്രീം കോടതിയുടെ വിധി, US-ൽ നിന്ന് വന്ന സുപ്രീം കോടതിയുടെ വിധി, അതിനുശേഷം ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയതായിട്ട് സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ട്രംപിൻ്റെ ഇന്നലത്തെ സ്പീച്ചാണ്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് യൂണിയൻ സ്പീച്ച് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ ട്രംപ് ഭയങ്കരമായ പെട്രിയോട്ടിക് അഡ്രസ്സിങ് നടത്തിയിട്ടുണ്ടായി ഇന്നലെ നൈറ്റ്. ഓക്കെ, സോ അതിനകത്ത് ബേസിക്കലി ദ റോറിങ് എക്കണോമി എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് US എക്കണോമി അതിൻ്റെ ഏറ്റവും വലിയൊരു പീക്കിലാണ്. ഓക്കെ, സോ അത് ഇൻഫ്ലേഷൻ ഒന്നുമില്ലാത്ത രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ അതിൻ്റെ ഓൾ ടൈം ഹൈയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ ഒരു റോറിങ് എക്കണോമിയാണ് US എന്നുള്ള രീതിയിലുള്ള സ്പീച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ ഇത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കാണാൻ നമുക്കത് പ്രതിഫലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതിനകത്ത് എന്ത് ഇതിനകത്താണ് പുള്ളി പറഞ്ഞതെന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, സോ രണ്ടാമത്തെ കാര്യം എനർജി ആൻഡ് AI കുറിച്ചുള്ള കാര്യങ്ങളാണ്. സോ ബേസിക്കലി പണ്ടേ പുള്ളിക്കാരൻ പറയുന്നൊരു കാര്യം ബേബി ഡ്രിൽ എന്ന് പറയുന്നൊരു സംഭവം അല്ലേ. സോ കൂടുതൽ എനർജി അല്ലെങ്കിൽ പെട്രോളിയം അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് ഒക്കെ ഡ്രില്ല് ചെയ്യുന്നതിലൂടെ അതിൻ്റെ പ്രൈസ് കുറയ്ക്കുക എന്നുള്ള ഒരു പോളിസി പുള്ളിക്കാരൻ പണ്ടേ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് കോസ്റ്റ് ഓഫ് ലിവിങ് കുറയ്ക്കുന്ന ഒരു സാഹചര്യം. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ AI റിലേറ്റ് ചെയ്തിട്ടുള്ള വലിയ കമ്പനികൾ, ഫോർ എക്സാമ്പിൾ ആമസോൺ പോലത്തുള്ള അല്ലെങ്കിൽ ഗൂഗിൾ പോലത്തുള്ള വലിയ കമ്പനികൾ AIയുടെ പ്ലാന്റ് അവർ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കണം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ ആവറേജ് ആയിട്ടുള്ള സിറ്റിസണിന് വലിയ രീതിയിലുള്ള ഇലക്ട്രിസിറ്റി ബില്ല് വരത്തില്ല എന്നുള്ള ഒരു ടോപ്പിക്കിലോട്ടും നമ്മളുടെ ഡൊണാൾഡ് ട്രംപ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ മാർക്കറ്റ് ആക്ച്വലി ഈ ഒരു സ്പീച്ചിന് ശേഷം ഇനിഷ്യലി ഒരു റിയാക്ഷൻ ഉണ്ടായി, US ഡോളർ സ്ട്രെങ്തൻ ആയെങ്കിലും പക്ഷേ അതിനുശേഷം ഒരു ലാക്ക് ഓഫ് ഡീറ്റെയിൽസ് അതെങ്ങനെ കൊണ്ടുവരാൻ പറ്റും, പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ള ഒരു അൺസർട്ടനിറ്റി അവിടെ ഉണ്ടായതുകൊണ്ടിട്ട് വീണ്ടും ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലോട്ട് പോവുകയും ചെയ്തു. അതേപോലെ തന്നെ താരിഫ് വാർ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെയുള്ള കാര്യത്തിന് അതൊരു ഡീറ്റെയിലിംഗ് പുള്ളിക്കാരന് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടിട്ട് തന്നെ ഗോൾഡിലോട്ട് ഗോൾഡ് വീണ്ടും നമ്മുടെ സേഫ് ഹെവൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ പ്രൈസ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുകയും ചെയ്തു. ഓക്കെ, സോ US-ഉം ഇറാനും തമ്മിലുള്ള മീറ്റിംഗ് ഇന്ന് ജനീവയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ ബേസിക്കലി അത് എന്തെങ്കിലും രീതിയിൽ ഒരു ഈ ടോക്ക് ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു അക്രമം നടക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗോൾഡൊക്കെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയും ഒരു 5250 5500 റേഞ്ചിലോട്ടൊക്കെ വീണ്ടും പോകാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതേപോലെ തന്നെ ഒരു കൺഫ്യൂഷൻ നമുക്കറിയാം. നേരത്തെ ട്രംപിനെതിരെ സുപ്രീം കോടതി വിധി വന്നു, ട്രംപിന് ഇങ്ങനത്തെ താരിഫുകൾ കൊടുക്കാനായിട്ടുള്ള ഒരു അധികാരമില്ല, അത് കോൺഗ്രസ്സിന് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം അല്ലേ. സോ അതിനുശേഷം ട്രംപ് 10% താരിഫ് വീണ്ടും ഗ്ലോബൽ ആയിട്ടുള്ള എല്ലാ താരിഫ് കൊടുക്കുകയും അത് പിന്നീട് 15% കൂട്ടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഇതെല്ലാം ഗോൾഡിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇന്ന് നമ്മൾ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ ഒരു ന്യൂസ് ഉണ്ട്. ഓക്കെ, ഇന്നത്തെ ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിമിൻ്റെ ന്യൂസാണ്. ഓക്കെ, സോ നമ്മൾ ഫോറെക്സ് ഫാക്ടറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് വൈകുന്നേരം അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, സോ അത്
വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. വേറെ ന്യൂസ് ഒന്നുമില്ല ഈ ആഴ്ച, ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് തന്നെ ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണേണ്ട ഒരു ന്യൂസ് കൂടെയാണ്. ഇത് ആക്ച്വലി ഈവൻ 5200 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടുള്ള ശക്തിയുള്ളൊരു ന്യൂസ് കൂടെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ USD JPYയിലോട്ട് പോവാം. USD JPY 155.97 നിൽക്കുന്നു. സോ USD JPYയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സോ USD JPY ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു അപ് ട്രെൻഡ് തന്നെയാണ്, ബുള്ളിഷാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ഒരു ഡിപ്പ് 150 ഒരു പുൾ ബാക്കിലോട്ട് പോയി 154.80 155 റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോവാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് 154.40 അവിടെയൊക്കെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് 156.40 അവിടെ ടേക്ക് പ്രോഫിറ്റിന് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഒരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ 156.20 മുകളിലായിട്ട് ക്യാൻഡിൽസ് സസ്റ്റെയിൻ ചെയ്യുകയും, ഓക്കെ, സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സോ അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 155.40 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. ഓക്കെ, അല്ലെങ്കിൽ 155.60 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചാലും തെറ്റില്ലാത്ത കാര്യമാണ്. ടേക്ക് പ്രോഫിറ്റ് 157.30 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USDയിലോട്ട് പോകുമ്പോൾ GBP USD ഇപ്പോൾ കറൻ്റ്ലി 1.3560 നിൽക്കുന്നു. സോ ബേസിക്കലി നമുക്ക് ഒരു ബൈ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ഒരു GBP USD ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ സൈഡ് വൈസ് ട്രെൻഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഒരു പുൾ ബാക്ക് നമുക്ക് കിട്ടിയാൽ 1.3510 1.3500 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1.3460 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ടേക്ക് പ്രോഫിറ്റ് 1.3620 വരെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് അടിച്ച് പോവുകയും ചെയ്യാം. ഒരു ബ്രേക്ക് ഔട്ടാണ് നമുക്ക് ഉള്ളതെങ്കിൽ നമുക്കൊരു 1.3600 ഒക്കെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് സ്റ്റോപ്പ് ലോസ് 1.3550 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 1.3680 അവിടെയെങ്കിലും നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കുകയും ചെയ്യണം. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിൽ വരുമ്പോൾ യൂറോ ഓവറോൾ ഒരു ബെയറിഷ് ട്രെൻഡ് ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്താണ്? റഷ്യ ഉക്രൈൻ വാർ സംബന്ധിച്ച് യൂറോപ്പിലുണ്ടായിട്ടുള്ള ഒരു അസ്ഥിരത്വം, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതിൻ്റെ ബേസിസിൽ തന്നെ നമുക്കൊരു സെൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കൊരു പുൾ ബാക്ക് കിട്ടി 1.186560 റേഞ്ചിലായിട്ടൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1.1910 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ടേക്ക് പ്രോഫിറ്റ് 1.1780 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കുകയും ചെയ്യാം. ഒരു ബ്രേക്ക് ഔട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു പ്രൈസ് നമുക്കൊരു 1.1770 താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് 1.1825 മുകളിലായിട്ട് വെച്ചുകൊണ്ട് 1.1710 അവിടെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മളുടെ ഗോൾഡിലോട്ട് വരാം. ഗോൾഡ് നമുക്കിപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 5197.48 ഓക്കെ, സോ ഇവിടെ നമുക്ക് ഗോൾഡിൽ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഇവിടുന്ന് ഒരു പുൾ ബാക്ക് കിട്ടി 5160 5150 റേഞ്ചിൽ ഇന്നലത്തെ ലോ ഒക്കെ പോയ അടുത്ത് വീണ്ടും നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അത് ഉറപ്പായിട്ടും അവിടുന്ന് സപ്പോർട്ട് ചെയ്യും. വേറെ പൊളിറ്റിക്കലായിട്ടൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഉറപ്പായിട്ടും അത് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അങ്ങനെ 5160 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ, 5060 അല്ലെങ്കിൽ 50 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 5135 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് 1:1.5 റേഷ്യോ അല്ലെങ്കിൽ 5230 അവിടെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് വെക്കുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യം കൂടെയാണ്. ഓക്കെ, സോ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ബൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 5208 മുകളിലായിട്ട് നമ്മൾ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കാണുമ്പോഴായിരിക്കണം നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. 5208 മുകളിലായിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. സ്റ്റോപ്പ് ലോസ് 5188 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 5255 അവിടെയെങ്കിലും നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കുകയും ചെയ്യണം. ഞാൻ സെൽ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പറയുന്നില്ല, കാരണം മാർക്കറ്റ് അപ് ട്രെൻഡാണ്. ഓക്കെ, സോ ഫോളോ ദ ട്രെൻഡ്.
ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതേപോലെ തന്നെ പല ആൾക്കാരും എൻ്റെ അടുത്ത് നമ്മൾ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ, ഞാൻ കുറേ ബ്രോക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്ന ഈ ബ്രോക്കർ വന്നിട്ട് നമ്മൾ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ അതിൻ്റെ റീസൺ അവരുടെ റെഗുലേഷൻസും അതേപോലെ തന്നെ അവരുടെ ആ ഒരു കമ്പനി പ്രൊഫൈലും തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റെഗുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ CMA റെഗുലേറ്റഡ് UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. അതേപോലെ തന്നെ FSCA സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷൻ, FCയുടെ ASIC നമ്മുടെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ ഉള്ളൊരു ബ്രോക്കറാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ വേറെ അല്ലാതെ മൗറീഷ്യസ് അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് ഉള്ളൊരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. $100,000 വരെ ലോയിഡ്സ് ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ സ്പോൺസർഷിപ്പ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ UAE ടീമിൻ്റെ ഈ വട്ടത്തെ എന്താ പറയുക നമ്മുടെ T20 വേൾഡ് കപ്പ് സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പ് ചെയ്യുന്നൊരു കമ്പനിയാണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ NBA സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്ന ഒരു കമ്പനിയുടെ കൂടെ തന്നെ ഇവർ കൊടുക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ബോണസ്, ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും കമ്പനി തരുന്നുണ്ട്. സോ 1000 ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് $350 എക്സ്ട്രാ ആയിട്ട് കമ്പനി തരുന്നത്. പക്ഷേ യൂറോപ്യൻ ക്ലയൻസ് ആണ് എങ്കിൽ $1000 ചെയ്യുന്ന ആൾക്ക് $100 തന്നെ ഡെപ്പോസിറ്റ് ബോണസ് ആയിട്ട് തരികയും ചെയ്യും. ഓക്കെ, സോ അതിൻ്റെ മുകളിലൊക്കെ എത്രയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്താലും കമ്പനി നമുക്ക് 20% ബോണസ് തരും എന്നുള്ളതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ് എന്നുള്ളതാണ് സ്റ്റാർ ട്രേഡറിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. നിങ്ങൾക്ക് സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ത്രൂ കയറി നോക്കാവുന്നതാണ്. കയറി നോക്കി നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അതിനുശേഷം എന്നെ ഡയറക്റ്റ്ലി നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഡയറക്റ്റ്ലി നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഞാൻ ആക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റ്ലി നിന്ന് അത് സോൾവ് ചെയ്ത് തരികയും ചെയ്യും. നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം സപ്പോർട്ടും എനിക്ക് തരാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.